അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ചെന്നത്. എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. അതാണ് സത്യം. ജീവിതത്തിൻ്റെ പതാക ആകാശത്തിൽ പാറി ഉയരുന്നതിനെ പിടിച്ചു താഴ്ത്താൻ മരണത്തിന് കഴിയില്ല. മരണം, പരാജയം, ദുഃഖം, രോഗം, ദാരിദ്ര്യം, അപമാനം, ഇത്തരം പ്രതിസന്ധികൾക്കൊന്നും കഴിയില്ല ജീവിതത്തിൻ്റെ കൊടിപ്പടത്തിനെ പിടിച്ചു താഴ്ത്താൻ. അത് ആകാശത്ത് ഉയർന്ന് പറന്നുകൊണ്ടേയിരിക്കും. ജീവിക്കാനുള്ള ബലമാണ്, ജീവിക്കാനുള്ള ചിറകാണ്, മണ്ണിൽ ചവിട്ടി നിൽക്കാനുള്ള പാദങ്ങളാണ്. കവിത മനസ്സിലാകുന്നില്ലാന്ന് ധാരാളം ആളുകൾ പറയാറുണ്ട്. ഈ ഒരു 37 വർഷം കവിത പഠിപ്പിച്ച ഒരു അധ്യാപിക എന്ന നിലയിൽ, ഇംഗ്ലീഷ് സാഹിത്യവും കവിതയും പഠിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ കവിത താല്പര്യമില്ലെന്ന് പറഞ്ഞു തുടങ്ങി ഒടുക്കം കവിതയുടെ പ്രണയികളായി മാറുന്ന ധാരാളം കുട്ടികളെ ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു മുൻധാരണയാണ്, പലതും നമ്മുടെ മുൻധാരണകളാണ്. എവിടെയാണ് നമ്മൾ സത്യം മനസ്സിലാക്കുന്നത്? ചിലതിനെപ്പറ്റി നമ്മളൊരു മുൻധാരണ ഉണ്ടാക്കുന്നു. എനിക്കിത് മനസ്സിലാവില്ല, ഇത് എൻ്റേതല്ല, ഇത് എനിക്കുള്ളതല്ല. അടുത്തേക്ക് ചെന്ന് നോക്കൂ. കാടിനെ കുറിച്ചുള്ള പേടി കാടിന് പുറത്തു നിൽക്കുമ്പോഴാണ്. കാട്ടിലേക്ക് നടന്നു കയറൂ, കാട് നിങ്ങളുടേതായിട്ട് മാറും. ഫിയർ ഓഫ് ദ അൺനോൺ, ബർട്രാൻഡ് റസ്സൽ പറയുന്നത് അത് അൺനോൺ ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ അതിനെ പേടിക്കുന്നത്. കവിതയെ സ്നേഹിക്കാൻ ശീലിച്ചാൽ കവിത നിങ്ങളെ 10 മടങ്ങല്ല 10,000 മടങ്ങ് തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും. എത്രയെത്ര കവിതകളിലൂടെയാണ് നമ്മൾ സമാധാനം കണ്ടെത്തുന്നത്. വൈലോപ്പള്ളിയുടെ തന്നെ നർത്തകി എന്ന കവിത മരണശിക്ഷ വിധിച്ച ഒരു വേശപ്പെണ്ണിനെ ഒരു രാത്രി ഒരു കന്യകാമഠത്തിലാക്കുന്നതും ആ ഒരു രാത്രി കൊണ്ട് കന്യകാമഠത്തിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിനെ അവൾ മാറ്റിമറിക്കുന്നതും. ഒരു കന്യക മാത്രമേ ഒളിച്ചോടി പോകുന്നുള്ളൂ ജീവിതത്തെ പ്രണയിക്കാൻ വേണ്ടി. പക്ഷേ മഠാധിപത്രി ഉൾപ്പെടെയുള്ളവർ തനിക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്.